മാജിക് അവൻ പവേർഡ് ബൈ ക്രസ്റ്റൻ ക്രമിലേക്ക് സ്വാഗതം. മാജിക് അവൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാപ്പി ഈസ്റ്റർ. പ്രധാനപ്പെട്ട 2 ആഘോഷങ്ങളാണ് ക്രിസ്മസും ഈസ്റ്ററും. ക്രിസ്മസിൻ്റെ പ്രത്യേകത ഉണ്ണിയേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ. ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരാഴ്ചത്തെ തന്നെ ഒരു വിശുദ്ധ വാരമാണ് ഈസ്റ്ററിൻ്റെ മുന്നോടിയായിട്ട് വരുന്നത്. അതിൻ്റെ പരിസമാപ്തിയാണ് ഈസ്റ്റർ. അപ്പോൾ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും അതിനോടനുബന്ധിച്ചിട്ടുള്ള ആഘോഷവും കുർബാനയും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. എന്തായാലും ഈ ദിവസങ്ങൾ, അതായത് കുറച്ച് ദിവസത്തെ ഏകദേശം 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി നോമ്പെന്ന് പറയും, നോമ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു ആഘോഷവും കൂടിയാണിത്. അപ്പോൾ ഇത് ഓശാന ഞായറാഴ്ച മുതൽ പിന്നെ വിശുദ്ധ വാരമാണ്. അതിനോട് അനുബന്ധിച്ച് നമ്മളിപ്പോൾ എന്താ പറയുക, ദുഃഖ വെള്ളിയാഴ്ചയും പെസഹ് വ്യാഴാഴ്ചയും, ഇന്ന് ഈസ്റ്ററും. അപ്പോൾ ശനിയാഴ്ച രാത്രി തന്നെ പാതിരാ കുർബാനയോട് കൂടി അതിൻ്റെ പ്രാർത്ഥനകൾ ആരംഭിക്കുന്നു. പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞായറാഴ്ച ദിവസം അതൊരു ആഘോഷത്തിൻ്റെ നാളുകളാണ്. ആ ദിവസം എന്ന് പറഞ്ഞാൽ, ആ ഒരു നാളെന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വീട്ടമ്മമാർക്ക് എന്താ, വീട്ടമ്മമാർക്ക് പലതരം വ്യത്യസ്തമായ ഒരു ഫീസ്റ്റ് ഒരുക്കുന്ന ഒരു തിരക്കിലായിരിക്കും. ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെന്താ പറയുക, ഒരു സദ്യവട്ടം എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ. ധാരാളം വിഭവങ്ങൾ കൊണ്ട് സമൃദ്ധമായ ഊണ്, രാവിലത്തെ കാപ്പി, എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് തന്നെ തുടങ്ങുന്നു. അതിനും വ്യത്യസ്തമായ വിഭവങ്ങൾ. പിന്നെ ഉച്ചയോടുകൂടി എന്തെല്ലാം തരം റോസ്റ്റും കറികളും, എന്താ പറയുക, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള വ്യത്യസ്തമായ വിഭവങ്ങൾ. ഇപ്പോഴത്തെ വീട്ടമ്മമാരെല്ലാം എനിക്കൊരു പക്ഷേ തോന്നുന്നു വളരെ നാടൻ വിഭവങ്ങളും അതിനോടൊപ്പം തന്നെ വ്യത്യസ്തമായ പാശ്ചാത്യ രാജ്യങ്ങളിലെ വിഭവങ്ങളും, ഇപ്പോൾ പലതരം പുഡിങ്സും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ബേക്സും ഒക്കെ ആയിട്ടായിരിക്കും ആഘോഷിക്കുന്നത്. എന്തായാലും വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും സന്തോഷമുള്ളൊരു ദിവസമാണ്. വീട്ടമ്മമാർക്ക് ജോലി ചെയ്യാനും നല്ലൊരു ഉത്സാഹമായിരിക്കും. കാര്യം വീട്ടിൽ ധാരാളം എല്ലാ അംഗങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം. അവരെല്ലാവരും തന്നെ തീന്മേശപ്പുറത്ത് വന്നിരുന്നിട്ട് ആഹാരം കഴിക്കാനായിട്ട് ആകാംക്ഷാഭരിതരായിട്ട് ഇരിക്കുമ്പോൾ നല്ല നല്ല വിഭവങ്ങൾ കൊണ്ട് വിളമ്പുമ്പോൾ എന്തൊരു സന്തോഷമാണ് അല്ലേ, അവരുടെയൊക്കെ അപ്രിസിയേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ആപ്പം എല്ലാം തന്നെ ചുട്ടെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ശരിക്കും ഒരു പാലപ്പം പോലെയോ അല്ലെങ്കിൽ ഒരു വെള്ളയപ്പം പോലെയൊക്കെ ചുടുന്ന ഒരു രീതി, പിന്നെ ഒരു കള്ളപ്പം പോലെ ഏത് ഷേപ്പിലാണ് വേണ്ടത് ആ രീതിയിൽ ചുട്ടെടുക്കുക. ഏകദേശം അളവെന്ന് പറഞ്ഞാൽ ഈ ഒരു കപ്പിൽ നിന്നും ഒരു 10 എണ്ണം എന്തായാലും ഗ്യാരണ്ടീഡാണ്. 2 കപ്പ് അരി എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 20 പ്ലസ് അങ്ങനെ പറയാം. എന്തായാലും ഈ രീതിയിൽ ഉണ്ടാക്കുക. ഇനി ഇതിനോടൊപ്പം കഴിക്കാനൊരു നല്ലൊരു റോസ്റ്റ് വേണ്ടേ. അപ്പോൾ ഇനി അടുത്തതായി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ റോസ്റ്റ്, തനി നാടൻ സ്റ്റൈലിൽ ഒരു ചിക്കൻ റോസ്റ്റ്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ഒരു ഇടത്തരം 15 കഷ്ണങ്ങളായി മുറിച്ചത്, ചെറിയ ഉള്ളി 1/2 കപ്പ് ചതച്ചെടുത്തത്, ഇഞ്ചി ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 എണ്ണം ചതച്ചത്, കുരുമുളക് ചതച്ചത് 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, വെള്ളം 1/2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില 2 തണ്ട്, പട്ട 2 കഷ്ണം, ഗ്രാമ്പു 6 എണ്ണം, ഏലക്ക 5 6. ഇനി മസാലയ്ക്ക് വേണ്ട ചേരുവകൾ: വെളിച്ചെണ്ണ 1/2 കപ്പ്, ചെറിയ ഉള്ളി ഒരു 15 എണ്ണം നീളത്തിലരിഞ്ഞത്, പിരിയൻ മുളക് 15 എണ്ണം വെള്ളത്തിൽ കുതിർത്ത് 1.5 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് അരച്ചെടുത്തത്, ഇതിനാവശ്യമായ വിനാഗിരി 1.5 ടീസ്പൂൺ, ടൊമാറ്റോ 2 ഇടത്തരം നീളത്തിൽ അരിഞ്ഞത്, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമ്മൾക്കിനി നമ്മളുടെ തനി നാടൻ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാം. ആദ്യമേ തന്നെ നമ്മളുടെ കോഴിയെ കുറച്ച് കാര്യങ്ങളെല്ലാം ചേർത്തൊന്ന് പുരട്ടിയെടുത്തിട്ട് നമ്മൾ കുക്കറിൽ 1 വിസിൽ കേൾക്കുന്ന രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കുക. ഒറ്റ വിസിൽ മതി. ഇത് ബ്രോയിലർ ചിക്കനാണ്. ഒറ്റ വിസിൽ കേൾക്കുമ്പോൾ തീ ഓഫ് ചെയ്യണം. അതാണ് വേണ്ടത്. അതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് ചിക്കൻ്റെ പീസസ് കുറച്ച് വലുതായിട്ടാണ്. സാധാരണ ഞാൻ എപ്പോഴും ഒരു കോഴിയെ 20ഓ 25ഓ ആക്കിയിട്ടാണ് മുറിക്കുന്നത്. 20 ആണ് എൻ്റെ ഒരു സ്റ്റാൻഡേർഡായിട്ട് 1.5 കിലോയുടെ കോഴി ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് 1.5 കിലോയുടെ കോഴിയാണെങ്കിൽ ഒരു 15 പീസായിട്ടാണ് മുറിക്കുന്നത്. ഇച്ചിരി വലുത്, റോസ്റ്റ് അല്ലേ. അപ്പോൾ അതിലേക്ക് ഇത് ഏതാണ്ട് ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളി തൊലിച്ചെടുത്തിട്ട് ചതച്ചെടുക്കുക. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ചതച്ച വെളുത്തുള്ളി, അതുപോലെ തന്നെ ഏതാണ്ട് 1.5 ടേബിൾ സ്പൂൺ ചതച്ച ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ, ഇഞ്ചി ചതച്ചതും, പിന്നെ 2 പച്ചമുളക് അത് ചതച്ചെടുക്കുക. പിന്നെ ഇതുപോലെ തന്നെ ചതച്ചെടുത്ത് കുരുമുളക് പൊടി. ഇനി കുറച്ച് മസാലയുടെ ഐറ്റംസ്. ചിക്കൻ്റെ പീസസ് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആകും. അത് കഴിഞ്ഞ് അടപ്പ് മാറ്റി ഇതിങ്ങനെ നല്ല കുറുകി ചിക്കനിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരല്പം തിക്ക് ഗ്രേവി എന്ന കുറുക്കിയ ചാറോടുകൂടി അടുപ്പിൽ നിന്ന് മാറ്റും. എന്തായാലും നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ ചാറ് ഇങ്ങനെ നല്ല കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ ചിക്കൻ്റെ പീസസ് ഇനി പീസസ് ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആകണം. ഈ മസാലയിൽ കിടന്നിട്ട്, ഈ ഗ്രേവിയിൽ കിടന്നു, എന്നിട്ട് വറ്റുവും വേണം. ഒരു 5 മിനിറ്റ് കൂടി പാത്രം അടച്ചിട്ട് വേവിക്കാം. അത് കഴിഞ്ഞാൽ അടുപ്പ് തുറന്ന് വെച്ചിട്ട് ഒരു ഇടത്തരം തീയിലിട്ട് കുറച്ചുകൂടി ഒന്ന് കുറുകി
ചാറെല്ലാം ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു പാകമാകുന്നവരെ വെയിറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയാകും. അപ്പോൾ നമ്മളുടെ ചിക്കൻ റോസ്റ്റ് ഏതാണ്ട് റെഡി ആയി കഴിഞ്ഞു. കുഴഞ്ഞ ഒരു ഗ്രേവി, അതിലിങ്ങനെ പുരണ്ടിരിക്കുന്ന ഒരു പാകം, കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി, അതായത് ഇങ്ങനെ ചാറ് പോലെ ഇല്ല, പക്ഷേ ഇങ്ങനെ കുഴഞ്ഞ രീതിയിൽ വരണം. അപ്പോൾ ഇത് ഇരിക്കുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് സെറ്റാകും എന്ന് പറയാം. അതായത് ഒന്നുകൂടി ഒന്ന് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഈ ചാറ് കുറച്ചുകൂടി ഒന്ന് വലിയും. അതനുസരിച്ചിട്ടാണ് നമ്മൾ ചാറ് എടുക്കേണ്ടത്. ഇത്രയും വേണം. ഈ രീതിയിൽ നമ്മൾ റെഡിയാക്കുക ചിക്കൻ റോസ്റ്റ്. ഇത് നമ്മൾ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഗ്രേവിയോടുകൂടി ഇങ്ങനെ വരുന്ന ചിക്കൻ പീസസ്, വലിയ വലിയ കഷ്ണങ്ങൾ. അപ്പോൾ ഇത് നമുക്ക് വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളുടെ സ്പെഷ്യൽ വിഭവങ്ങളായ ചിക്കൻ റോസ്റ്റും തനിനാട്, അതിനോടൊപ്പം നമ്മളുടെ ആപ്പവും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ ഈസ്റ്റർ ഈ രീതിയിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഈസ്റ്റർ നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കട്ടെ. അപ്പോൾ നമ്മളുടെ മാജിക് അവൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ ആശംസകൾ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം. ഹലോ, എടാ ഒരു കുഴപ്പമുണ്ട്. അതെ, എൻ്റെ വേറൊരു കാറായിട്ട് ഇടിച്ചിട്ടേ ആകെ പ്രശ്നമായിട്ടിരിക്കുക. കുറച്ച് പൈസ എത്രയും പെട്ടെന്ന് കിട്ടില്ലെങ്കിൽ ആകെ കുഴപ്പമാവും. നിൻ്റെ കുറച്ച് പൈസ എടുക്കാണ്ടാവുമോ?